പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഏപ്രിൽ 18 ശനിയാഴ്ച. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. നാം വായിച്ചു കേട്ട വചനം നാം ഒരു സാധാരണ ജനമല്ലെന്ന് നമ്മെ മനസ്സിലാക്കുന്നു. നാം ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. ലോകം നമ്മെ പല പേരുകളിലായി വിളിച്ചാലും ദൈവം ഒരു പേരിൽ വിളിക്കുന്നു, എൻ്റെ സ്വന്തം. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഞാൻ ആരുടേതാണ്? ലോകം പറയുന്നത് നീ നിന്റെ വിജയങ്ങളുടെ ഉടമയാണ്. പക്ഷേ ദൈവം പറയുന്നു നീ എൻ്റെ സ്വന്തമാണ്. ഇതൊരു സാധാരണ വിളിയല്ല, ഒരു ബന്ധത്തിൻ്റെ പ്രഖ്യാപനമാണ്. ദൈവത്തിൻ്റെ സ്വന്തം ആകുക എന്നത് ഒരു ബഹുമതിയാണ്, ഒരു ഉത്തരവാദിത്വമാണ്. അവൻ്റെ ശബ്ദം കേൾക്കുകയും അവൻ്റെ വഴിയിൽ നടക്കുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുക, ഇതാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനങ്ങളുടെ ജീവിത ശൈലി. നാം മനസ്സിലാക്കണം, ദൈവത്തെ അനുസരിക്കുന്നത് നമ്മെ അടിമകളാക്കുന്നില്ല, മറിച്ച് അത് നമ്മെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കാണ് നയിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നത് ഒരു ഭാരമല്ല, അതൊരു അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരാണല്ലോ യഥാർത്ഥ മഹത്വമുള്ളവർ. ലോകം നമ്മെ ഉയർത്തുന്നത് പദവികൾ കൊണ്ടാണ്, പക്ഷേ ദൈവം നമ്മെ ഉയർത്തുന്നത് അനുസരണത്തിലൂടെയാണ്. സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത് ജീവിതത്തിൻ്റെ ദിശ കണ്ടെത്തല. ആജ്ഞകൾ പാലിക്കുന്നവർക്കാണ് വാഗ്ദാനങ്ങൾ അനുഭവിക്കുവാൻ കഴിയുന്നത്. നമ്മുടെ തിരിച്ചറിയൽ ലോകത്തിലല്ല, ദൈവത്തിൽ ആയിരിക്കണം. ഇത് നമ്മിലൂടെ ജീവിക്കേണ്ട ഒരു സത്യമായി തീരേണ്ടതുണ്ട്. ഒരിക്കൽ ഒരു രാജാവിന് അനേകം ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. അവയിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് അല്ലെങ്കിലും ഒരു ചെറിയ മോതിരം രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. കാരണം രാജാവ് സ്വന്തം കൈകൊണ്ട് അത് തിരഞ്ഞെടുത്ത് വാങ്ങിയതായിരുന്നു. അങ്ങനെ തന്നെയാണ് ദൈവം നമ്മെ കാണുന്നത്. ലോകം നമ്മെ വില കുറഞ്ഞവരായി കണ്ടേക്കാം, പക്ഷേ ദൈവം നമ്മെ തൻ്റെ ഹൃദയത്തിൽ തെരഞ്ഞെടുത്തവരായി കാണും. ഇതല്ലേ പ്രിയമുള്ളവരെ നമ്മുടെ മഹത്വമായി കാണേണ്ടത്? ദൈവത്തിൻ്റെ സ്വന്തമായി തീരാൻ ഒരു വഴിയുണ്ട്. അവൻ്റെ വാക്ക് കേൾക്കുക, നിയമം പാലിക്കുക എന്നതാണ്. ഇതൊരു കരാറല്ല, ഒരു സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അനുസരണം നമ്മുടെ സ്നേഹത്തിൻ്റെ തെളിവാണ്. വിശ്വസ്തത അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കുകയാണ്. ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നു, നാം എൻ്റെ സ്വന്തമാണ്. അതിനാൽ നാം നമ്മെ ലോകത്തിനല്ല, ദൈവത്തിനാണ് സമർപ്പിക്കേണ്ടത്. അവൻ്റെ ശബ്ദം കേൾക്കുക, അവൻ്റെ വഴിയിൽ നടക്കുക, അവൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുക. അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമായി മാറും. ഓർക്കുക, ദൈവത്തിൻ്റെ സ്വന്തമാകുന്നത് ഏറ്റവും വലിയ ബഹുമതിയാണ്. ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നത് ഏറ്റവും സുരക്ഷിതമായ മാർഗമാണ്. ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നത് ഏറ്റവും ഉറപ്പുള്ള ദിശയാണ്. ഇന്നത്തെ നമ്മുടെ സന്ദേശം നമ്മെ ഒരു നിർണായക തീരുമാനത്തിലേക്കാണ് വിളിക്കുന്നത്. ഞാൻ ആരുടേതായി ജീവിക്കും? നമുക്ക് ധൈര്യത്തോടെ പറയാം, ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്. അതിനുള്ള ശ്രമമാകട്ടെ നമ്മെ പ്രത്യേകതയുള്ളവരാക്കുന്നത്. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, നിന്റെ വചനത്തിലൂടെ ഇന്ന് ഞങ്ങളെ സ്പർശിച്ചതിന് നന്ദി. ഞങ്ങൾ നിന്റെ സ്വന്തം ജനങ്ങളാണെന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ ശബ്ദം കേൾപ്പാനും നിന്റെ വഴിയിൽ നടക്കുവാനും നിന്റെ കൽപ്പനകൾ വിശ്വസ്തമായി പാലിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവിതം നിന്റെ മഹത്വത്തിന് സാക്ഷിയായി തീരട്ടെ. എപ്പോഴും നിന്റെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.